ഹലോ ഗൈസ്, ഇന്ന് ഞങ്ങളൊരു നാടൻ ഡേ ഇൻ മൈ ലൈഫ് അല്ലേ അച്ഛാ? ആണ്. അയർലൻഡിലെ ഡേ ഇൻ മൈ ലൈഫേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇന്നതേ നമ്മുടെ നാട്ടിലെ ഡേ ഇൻ മൈ ലൈഫാണ്, അതായത് നാടൻ രീതിയിൽ. ഇപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റു, എല്ലാം അടിച്ചു വാരി ഗൈസ്. ഒരുപാട് അടിച്ചു വാരുണ്ടായിരുന്നു. ഒന്ന് കാണിച്ചു കൊടുക്കൂ. ഫുള്ള് കണ്ടോ, നമുക്ക് അങ്ങ് വരെ ഉണ്ട് റോഡ് കേട്ടോ. അങ്ങേ അറ്റം തൊട്ട് ഞങ്ങൾ ഇവിടെ എല്ലാം അടിച്ചു വാരി, വീടിൻ്റെ പുറം, ഫ്രണ്ട് വശം, പിന്നെ കാടൊക്കെ ഞങ്ങളിപ്പോൾ മുറ്റം ഉറച്ചിട്ടുണ്ട്. അല്ലേ അമേലിയ? അമേലിയ എന്നെ ഹെൽപ്പ് ചെയ്തു കേട്ടോ. പിന്നെ കുറേയൊക്കെ ഇവിടെ കൂട്ടിയിട്ട് കത്തിച്ച്, ഇവിടെയും കുറേ കൂട്ടിയിട്ട് കത്തിച്ച് ഗൈസ്. ഇവിടെ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഒത്തിരി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇവിടെ ഇലുമ്പമ്പുളിയുണ്ട്, മാവുണ്ട്, തേക്കുണ്ട്, ചാമ്പയുണ്ട്, അതെ കാപ്പിയുണ്ട്, കാപ്പിക്കുരു ഉണ്ടാകുന്നത്. ഇത് കണ്ടോ, ജാതിക്ക ഉണ്ടാക്കി കിടക്കുന്നുണ്ടോ. കൂടാതെ വാഴയുണ്ട്. നമുക്ക് ഇതിലൂടെ മുറ്റത്തോടെ എല്ലാം നിറയെ പ്ലാവുകളുണ്ട്, കമുങ്ങുണ്ട്, തെങ്ങുണ്ട്. പിന്നെ ഗൈസ്, ഈ മരം പോലെ നിൽക്കുന്ന സാധനം ഉണ്ടല്ലോ, ഇതാണ് കറുവാപ്പട്ട ഉണ്ടാക്കുന്നത്. ഇതിൻ്റെ തൊലി ഇത് കണ്ടോ, ഇതുപോലെ ചീകി എടുത്തിട്ടാണ് നമ്മുടെ കറുവ ഉണ്ടാക്കുന്നത്, കറുവാപ്പട്ട. ഈ കറുവാട ഉണ്ടല്ലോ, ഇലയും ഉണക്കിയെടുത്താൽ നല്ല ഫ്ലേവറാണ് അതിന്. നമുക്ക് ബിരിയാണിയിലോ കറിയിലോ ഒക്കെ ഇടാനായിട്ട് പറ്റും. മരം പോലെ നിൽക്കുന്ന തടിയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യത്തിന് ഇവർ ചെറുതായിട്ട് ചീകി എടുത്തിട്ടുണ്ട്. ഇതിന് മുകളിലേക്കുള്ള വലിയ ബ്രാഞ്ചൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ചീകി ഉണക്കി വെച്ചിരിക്കുകയാണ്. പഴയ സ്റ്റൈലിലുള്ള കിണറാണ് കേട്ടോ. ആ കിണറിന് ചുറ്റും കറിവേപ്പ് തൈകൾ നിൽക്കുന്നത് കണ്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ എൻ്റെ മക്കൾ ഫുഡ് കഴിക്കുന്നു, കളിക്കുന്നു, അതിൻ്റെ എല്ലാം നോയ്സാണ്. ഇതിന് ചുറ്റും കറിവേപ്പിൻ്റെ തൈകളാണ്. ഇവിടെ വലിയ മരം പോലുള്ള കറിവേപ്പ് ഉണ്ടായിരുന്നു, അത് വെട്ടിക്കളഞ്ഞു. വന്നിട്ട് വീണ്ടും അടുത്ത തൈകളെല്ലാം മുളച്ച് കയറി വരുന്നത് കണ്ടോ. അതിങ്ങ് മാറിയാൽ ഇറങ്ങി പോകൂടോ പൊന്നു. കോഴിയെ തുറന്നു വിട്ടു. എൻ്റെ പിള്ളേർ കോഴിക്ക് ഇവിടെ തീറ്റയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാത്രത്തിൽ. ഫുഡ് കഴിക്കും കണ്ടോ. ആ, ചോറ കഴിക്കുന്നത്. ഇതല്ല എന്നാ പൊന്നു സേ, അതാണോ കോഫി ബീൻസ്? ആ അതെ, എൻ്റെ കൊച്ചു പറഞ്ഞ ശരിയാ, ഇതാണ് കോഫി ബീൻസ്. ഇത് നമ്മൾ പഴുത്ത് കഴിയുമ്പം ഉണക്കി പൊടിച്ചാണ് കോഫി പൗഡർ ഉണ്ടാക്കുന്നത് അല്ലേ മുത്തേ? ആ, അമേലി എന്നാ പരിപാടി? ഒന്നും ചെയ്യുന്നില്ലേ? പിന്നെ ഇതെന്നാ കുറേ പ്ലേഡോ ഒക്കെ നിരത്തിയിട്ട്? ഒന്നുമില്ലേ? ആരാ എൻ്റെ കൊച്ചിന് പ്ലേഡോ മേടിച്ച് തന്നത്? അമ്മായിയും ഡാഡായും അവിടെ മേടിച്ച് തന്നത്. പെരുന്നാൾ കൂടാൻ പൈസ തന്നതല്ലേ ഡാഡാൻ്റെ ഡാഡാ? ആണ്. ആ, എൻ്റെ കൊച്ചിന് പെരുന്നാൾ കൂടാൻ പൈസ കൊടുത്ത് കഴിഞ്ഞപ്പോൾ എന്നോട് ചോദിച്ചു എന്താ ടോയ്സ് മേടിച്ച് തരാത്തതെന്ന്. പിന്നെ ഇന്നലെ ഞങ്ങൾ ഷോപ്പിങ്ങിന് പോയപ്പം മേടിച്ച് കൊടുത്തതല്ലേ. ഇവിടെ ഒരാളെ രാവിലെ തീറ്റിക്കാൻ തുടങ്ങിയതാണ്, മമ്മി വാരി കൊടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ അടിച്ചു വാരലെല്ലാം കഴിഞ്ഞിട്ട് കൊച്ചു ടേക്ക് ഓവർ ചെയ്തു. നമ്മുടെ മുറ്റോടി എല്ലാം കഴിഞ്ഞു. മേലയുടെ അഞ്ചലാടെയും ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഇടയ്ക്കൂടെ മമ്മി കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമുക്ക് അപ്പമുണ്ട്, പിന്നെ വെജിറ്റബിൾ കറിയുണ്ട്. അമേലിയയ്ക്കും അഞ്ചലായ്ക്കും കഴിക്കേണ്ടതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾ കറി വാങ്ങിക്കുന്നത് കേട്ടോ. പിന്നെ ഏത്തയ്ക്ക വേണ്ടവർക്ക് ഏത്തയ്ക്കുണ്ട്, പഴം വേണ്ടവർക്ക് പഴമുണ്ട്. അപ്പം ഞാനും മമ്മിയും അച്ഛനും ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. ഞങ്ങൾ ഇനിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പും എല്ലാം കഴിഞ്ഞിട്ട് തേങ്ങ വാങ്ങിക്കാൻ പോകല്ലേ അച്ഛാ? നമ്മൾ എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല, പപ്പയ്ക്ക് സ്ഥലം അറിയാമെന്ന് പറഞ്ഞു. അതെ, എൻ്റെ ആഞ്ചല ബേബി ചാക്കോട്ടൊക്കെ അങ്ങ് പോയി. അവിടെ നിന്നേ മുത്തേ, അവിടെ നിൽക്കുക, ആഞ്ചല അവിടെ നിൽക്കുക. ഞങ്ങളിവിടെ കാർഡ്സിൻ്റെ കർഷക മാർക്കറ്റിൽ വന്ന കേട്ടോ, തൊടുപുഴ. ഇവിടെ പിള്ളേർ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്, അവിടെ വന്ന് കയറിയിട്ട് എൻ്റെ മക്കൾ പപ്പായോട് പറഞ്ഞു ഞങ്ങളുടെ കൂടെ ഇവിടെ നിൽക്കുക, ഡാഡിയും മമ്മിയും പോയി സാധനം മേടിച്ചുകൊണ്ട് വരട്ടെ എന്ന്. ഇതേ കയറി പോകുന്നത് കണ്ടോ. ഇതേ ഇവിടെ നെറ്റിൻ്റെ അത് ഒരു മുയലിനെയൊക്കെ ഇട്ട് വളർത്തുന്നുണ്ട്, അതിന് തീറ്റയൊക്കെ ഇട്ട് കൊടുത്തൊരു കുഞ്ഞി കൂടൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ. എൻ്റെ മക്കൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചെല്ലാം ദഹിപ്പിക്കാൻ വേണ്ടിയിട്ട് എക്സസൈസ് ചെയ്യുന്നത് കണ്ടോ. പാവം, കഷ്ടപ്പെട്ട് രണ്ടപ്പവും നിന്നിട്ട് വന്നതാ. അടിപൊളി സീസോ പൊളിക്കുമെന്ന്. ഇത് ശരിക്കും വലിയൊരു ഏരിയ തന്നെയുണ്ട് കേട്ടോ. ഇവരുടെ ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, എണ്ണയൊക്കെ ലൈവായിട്ട് ആട്ടി കൊടുക്കുന്ന സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഗാർഡനിങ് സെൻറ്റർ ഉണ്ട് ഇവിടെ. അപ്പം ഗാർഡൻ സെൻറ്റർ കൂടാതെ ജൈവ കൃഷിക്ക് വേണ്ടിയിട്ടുള്ള വളവും സാധനങ്ങളൊക്കെ കൊടുക്കുന്ന സ്ഥലം, മീറ്റിൻ്റെ മാർക്കറ്റുണ്ട്. പിന്നെ സെക്കൻഡ് ഹാൻഡ് യൂസ്ഡ് ഐറ്റംസ് കിട്ടുന്ന സാധനങ്ങളുണ്ട്, പിള്ളേരുടെ കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട്. മൊത്തത്തിൽ അടിപൊളിയൊരു സംഭവമാണ്. ഞങ്ങൾ അങ്ങനെ തൊടുപുഴയ്ക്ക് തേങ്ങ വാങ്ങിക്കാൻ പോയി ഓറഞ്ച് വാങ്ങിച്ച് തിരിച്ചു വന്നല്ലേ അച്ഛാ? ആണ്, തേങ്ങ ഒരിടത്തും കിട്ടാനില്ല, തേങ്ങയ്ക്ക് ഭയങ്കര വിലയുമാണ്. അതെ, ഒരിടത്തും ഇല്ല തേങ്ങ. അപ്പം ഞങ്ങൾ പിന്നെ കിട്ടിയ ഓറഞ്ചുമായിട്ട് വീട്ടിൽ വന്നു. ഇനി ഞങ്ങളൊരു അടിപൊളി പരിപാടി ചെയ്യാൻ പോവാം. എന്ത് വെച്ചാൽ നമ്മൾ ഒരു സാധനം വിളവെടുക്കാൻ പോവാണ്. ഞങ്ങൾ കാപ്പിക്കുരു പറിക്കാൻ പോവാണ് ഗൈസ്. ഞങ്ങൾക്ക് കാപ്പിക്കുരു പറിക്കാൻ ഭയങ്കര ആഗ്രഹം. ഇവിടെ വീടിന് ചുറ്റും കാപ്പിക്കുരു ഇരിപ്പുണ്ട്, പറിച്ചാലോ ഗൈസ്? അങ്ങനെ എൻ്റെ മക്കളും കൊച്ചും എല്ലാവരും കൂടെ കാപ്പിക്കുരു പറിക്കുവാണ്. പറിച്ചോളൂ. മമ്മി ഇവിടെ സൂപ്പർവൈസ് ചെയ്യാനായിട്ടുണ്ട് കേട്ടോ, നമ്മുടെ ഒപ്പം.
പറിക്കുന്നത് ശരിയാണോ, മൂത്ത കായാണോ പറിക്കുന്നതെന്നൊക്കെ നോക്കുന്നുണ്ട്. അത് എൻ്റെ ഇതുണ്ടോ കയ്യിൽ ഉറുമ്പ് കയറുന്നുണ്ടോ? ഇതുണ്ടോ നല്ല പഴുത്ത കാപ്പിക്കുരു നിൽക്കുന്നത് കണ്ടോ? കുറച്ച് കൊച്ചു ദേ ഇതിലൂടെ എല്ലാം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൂടെ ദേ കറിവേപ്പിലയൊക്കെ കയറി വന്നിരിക്കുന്നത് കണ്ടോ? ആ വണ്ണിട്ടോ, എൻ്റെ കൊച്ചിട്ടോ. എല്ലാവരും ബക്കറ്റിൽ കാപ്പിക്കുരു പറിച്ചിടാൻ പോവുക. ഇതുകൊണ്ടോ, ഇത് നമ്മുടെ ഒരു വലിയ കാപ്പി മരമാണ്. മമ്മിയും പറിക്കാൻ കൂടുവാണ്. കിട്ടിയോ എൻ്റെ കൊച്ചിനാ? ആണ്. ആ അതെ, മമ്മി പറിക്കുന്നുണ്ട്. അകത്ത് ദേ ചെടിയുടെ അകത്ത് കയറി നിന്നിട്ട് ഒരാൾ പറിക്കുന്നത് കാണുന്നുണ്ടോ ഗൈസ്? ഈ ഇലകൾക്കിടയിലൂടെ ഒരു കയ്യനക്കം. ഇവിടെ എല്ലാം നിറച്ച് കാപ്പിക്കുരുവാണ്. ഇതുണ്ടോ, ഇത് വലിയൊരു മരം പോലെ ആ ചെടി അങ്ങ് പറന്ന് കയറിയിരിക്കുക. പൂവിട്ട് നിൽക്കുന്നതാണ് പിന്നീട് കാപ്പിക്കുരുവായിട്ട് വരുന്നത്. ഇതിലൂടെ എല്ലാം ഇങ്ങനെ പൂവിട്ട് നിൽപ്പുണ്ട്. അപ്പം അതിനി അടുത്ത വിളവെടുപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ ദേ ഇവരെല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിൻ്റെ അകത്ത് കയറി നിന്നൊക്കെ. ഇതിലൂടെ എല്ലാം ഇത് കണ്ടോ, നല്ല അടിപൊളിയായിട്ട് വിളഞ്ഞ് കിടക്കുന്നത്. കൊച്ചു തൂങ്ങിക്കിടക്കുവാണോ മോനെ? പിന്നെ മക്കൾക്ക് പറിക്കാൻ വേണ്ടിയിട്ട് കൊലയോടെ പറിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് കണ്ടോ? ഇത് ഫുള്ള് കാണിച്ചാലോ മുന്നൂസേ? നല്ല ചുമന്ന് പഴുത്തിരിക്കുന്ന കാപ്പിക്കുരു കണ്ടോ? അടിപൊളി സംഭവമാണത്. ഇനി എൻ്റെ പിള്ളേർ പറിച്ചോളൂ. എൻ്റെ കൊച്ചിന് 2 കിട്ടിയോ? ആ, ഇവിടെ ഈ കാപ്പിക്കുരു പറിക്കുന്നതിൻ്റെ ചുറ്റുമായിട്ടുണ്ടല്ലോ നമുക്ക് തെങ്ങുണ്ട്, കമുകുണ്ട്, പ്ലാവുണ്ട്, അതുപോലെ ദേ ജാതിക്കായുണ്ട്, കൊക്കോക്കായുണ്ട്. ഇതെല്ലാം ഉണ്ട്. കൊക്കോക്കായ ഒന്നും ഞാൻ താഴെയൊന്നും കണ്ടില്ല. ചിലതൊക്കെ ഉണങ്ങി നിൽക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ അതും കാണിച്ചു തരായിരുന്നു. നോക്കട്ടെ, ഇനിയിപ്പോൾ ഇതെല്ലാം വെട്ടി നിർത്തുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ കായ്ക്കും. ഇതുണ്ടോ എൻ്റെ കർഷക സ്ത്രീ പറിച്ചിടുന്നത് കണ്ടോ? എടുത്തു തരാടാ പൊന്നു. ഇത് കണ്ടോ ഗൈസ്, ഇവിടെ എല്ലാം ഇഷ്ടം പോലെ കാപ്പിക്കുരുവാണ്. ഇവർക്ക് കൈ എത്തുന്ന രീതിയിൽ ഇനി ഇവർക്ക് പറിക്കാം. പറിച്ചോ. ആ, ഇത് ഒടിക്കണ്ടാ പൊന്നെ, അത് അവിടെ നിർത്തി പറിച്ചാൽ മതി കേട്ടോ. എൻ്റെ പിള്ളേർക്ക് നിലത്ത് വെച്ച് പറിക്കാമല്ലോ. അത് കണ്ടോ, പറിച്ച് കിട്ടോ. എൻ്റെ പിള്ളേർ എൻജോയ് ചെയ്യുന്ന കണ്ടോ ഗൈസ്. എൻ്റെ പിള്ളേർക്ക് കളി ഇല്ലേലും TV ഇല്ലേലും ഇങ്ങനത്തെ പരിപാടികളൊക്കെ അവർ ഒരുപാട് എൻജോയ് ചെയ്യും. ഞാൻ അതുകൊണ്ടാണ് അച്ഛനോട് പറഞ്ഞത് നമുക്ക് ഈ പരിപാടി ചെയ്യാം. ഞാൻ രാവിലെ ചെറിയ ഷോപ്പിംഗ് ഒക്കെ ആയിട്ട് പുറത്ത് പോകാമെന്ന്, സിറ്റിയിൽ പോകാമെന്ന് കരുതിയതാണ്. പക്ഷേ അന്നേരം ഇവരിങ്ങനെ ഒരു പരിപാടി പ്ലാൻ ചെയ്തു. പിന്നെ ഞാനും കൂടി. എൻ്റെ തലവഴി മുഴുവൻ പൊടിയും മണ്ണും ചെളിയും ഒക്കെയാണ് ഗൈസ്. ഞാൻ ഇവിടുത്തെ കാപ്പിക്കുരുവിൻ്റെ ബ്രാഞ്ച് എല്ലാം വളച്ച് താഴേക്ക് എടുത്തും വലിച്ചൂരി കൊടുത്തും എൻ്റെ തലവഴി കാപ്പിക്കുരുവും. ആണോ? ക്യാമറാമാനും ഇടയ്ക്ക് കൂടെ വെള്ളത്തിൽ ചാടുന്നുണ്ട് ഗൈസ്. ഇവിടെ അടുത്ത ബക്കറ്റുമായിട്ട് ഒരാൾ വന്നിട്ട് സ്വയമായിട്ട് ഇതേ കാപ്പിക്കുരു പറിക്കാൻ തുടങ്ങി. ആ, ഇത് എൻ്റെ കൃഷിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേ പറിക്കുന്നു. പറിച്ചോ എൻ്റെ കൊച്ച, ഗുഡ് ഗേൾ. ആ, ഇഷ്ടം പോലെ ഉണ്ടല്ലോ കൊച്ചിന് പറിക്കാനായിട്ട്. അങ്ങോട്ട് അടുത്തേക്ക് വെച്ചിട്ട് താഴെ കളയല്ലേ. ആ, ഒത്തിരി ഉണ്ടല്ലോ, അതുകൊണ്ട് താഴെ കളഞ്ഞാലും കുഴപ്പമില്ലെന്നൊക്കെയാണ് മോള് പറയുന്നത്. താഴെ കളഞ്ഞാൽ നമുക്ക് പൈസ കിട്ടത്തില്ല കേട്ടോ. എല്ലാം കൊടുത്താൽ മാത്രമേ നമുക്ക് പൈസ കിട്ടുള്ളൂ. ആ, അത് പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പറിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് അവർ കോഫി ബീൻസ് ആക്കി, അല്ല അത് ഡ്രൈ ചെയ്ത് കോഫി പൗഡർ ആക്കി കൊണ്ടേ നമുക്ക് കടയിൽ വിൽക്കും. നിങ്ങളുടെ പിക്ചറൊന്നും കോഫി ബീൻസിൽ വരത്തൊന്നുമില്ല, അല്ലെങ്കിൽ കോഫി പൗഡറിൻ്റെ ബോക്സിലൊന്നും വരത്തില്ല. ആ, യു ഹാർവസ്റ്റഡ് ഇറ്റ്, അത് കുഴപ്പമില്ല. നിങ്ങൾ ഹാർവസ്റ്റ് ചെയ്തെന്നും പറഞ്ഞുകൊണ്ട് എങ്ങനെയാണ്? നമ്മളവർക്ക് കൊടുക്കുമല്ലേ പൈസ, നമുക്ക് പൈസ തരത്തില്ലേ? ആ, അങ്ങനെയാ. താഴെ കളയരുത് കേട്ടോ. കെയർഫുള്ളായിട്ട് എല്ലാം പറിച്ചിട്ടോ. ഗുഡ് ഗേൾ. ഇവിടെ ഓരോരുത്തർ കാപ്പിക്കുരു പറിച്ച് എന്തുവാടെ ദേഹത്തെല്ലാം എന്താണെന്ന് എന്നോട് ചോദിക്കരുത്. അതെ, ഇവിടെ ചെടി നമുക്ക് എത്താൻ പറ്റത്തില്ലാത്തതുകൊണ്ട് കയറിയിട്ട് വളച്ച് ഓടിച്ചൊക്കെയാണ് എടുക്കുന്നത്. അതെ, നമ്മൾ ചെടി ഒഴിച്ചാണെന്നുണ്ടെങ്കിലും മരം പറിച്ചാണെന്നുണ്ടെങ്കിലും വിളം എടുത്തിട്ടേ പോകത്തുള്ളൂ. അത്രേ ഉള്ളൂ. പരിപാടിക്ക് ഇറങ്ങിയാൽ പിന്നെ നമ്മൾ അതെ, മരം മൂടോടെ പിരിതാണേലും അല്ലേ. മമ്മി ഞങ്ങളോട് പറഞ്ഞു മൂക്ക് പോയാലും നാക്ക് പോയാലും ഒന്നും വേണ്ട നമുക്ക്, അല്ലേ മമ്മി? അതെ, എൻ്റെ പിള്ളേരെ മതി എനിക്ക്. അതെ, കാപ്പിക്കുരു പോയാലും വേണ്ടിയല്ല, ചെടി പോയാലും എനിക്ക് എൻ്റെ പിള്ളേരെ വേണം ഉള്ള കാര്യം പറയാം. അല്ലെങ്കിൽ നോക്കുകയും വേണ്ട, പറിക്കണ്ട. മമ്മി അതാ പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഒരുപാട് കാപ്പിക്കുരു ഉണ്ട്. നല്ല കൊലയായിട്ട് കിടക്കുന്നുണ്ടോ? നമ്മൾ കാപ്പിക്കുരുവിൻ്റെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞിരിക്കുവാണ്. ഇനിയുണ്ട്. മുകളിലുള്ളതൊന്നും നമ്മൾ കയറി പറിച്ചില്ല. താഴെ നമുക്ക് കയ്യെത്തുന്നതും എളുപ്പത്തിൽ പറിക്കാൻ പറ്റുന്നതും മാത്രമേ പറിച്ചുള്ളൂ. എന്നിട്ട് നമുക്ക് ഏകദേശം 2 ബക്കറ്റ് കാപ്പിക്കുരു കിട്ടി. മുകളിൽ പറിക്കാനായിട്ട് ഇഷ്ടം പോലെ കിടപ്പുണ്ട്, പൂവിട്ട് നിൽപ്പുണ്ട്. അതെല്ലാം ഇനി വിളവായി വരും. എൻ്റെ പിള്ളേർ ഭയങ്കരമായിട്ട് അങ്ങ് എൻജോയ് ചെയ്തു. ഇവർ പകുതിയായപ്പോൾ ഇട്ടിട്ട് പോയി ഗൈസ്, അല്ലേ?
ആണ്. ഇതൊന്നും പറക്കി കളയാതെ ശരിക്കും കർഷക സ്ത്രീ ആയല്ലേ. കർഷക സ്ത്രീ മടുത്തോ? ഇത് തോർത്തൊക്കെ എടുത്ത് മുഖമൊക്കെ തൂത്ത് ചൂടെടുക്കുന്ന ഗായ്സ്. പിന്നെ ഈ കാപ്പിയുടെ എല്ലാം പൊടി എൻ്റെ ദേഹമൊക്കെ കണ്ടോ ഗായ്സ്. ഇതാണ് യഥാർത്ഥ കർഷക എന്ന് പറയുന്നത് അല്ലേ. ആണ്. ഇതാണ് ഞങ്ങളുടെ ഒരു ഡേ. അതെ, ഇന്നത്തെ ഡേ. അപ്പം ഞങ്ങൾ ഇന്നത്തെ ഡേ ഇവിടെ വൈൻഡപ്പ് ചെയ്യുവാണ്. ഇതായിരുന്നു ഞങ്ങളുടെ മെയിൻ പരിപാടി. അപ്പോൾ നമ്മൾ ഇനിയിപ്പം ഇവരെ രണ്ടുപേരും കുളിപ്പിക്കാൻ പോവാണ്. സമയം 1 മണിയായി. 2 മണിയായി ഗായ്സ്. അത് പറയണ്ടേ നിങ്ങളെ കുളിപ്പിക്കുന്നു? കുളിപ്പിച്ചത് പടയല്ലേ ഇന്ന് കുളിപ്പിക്കാൻ പോകുന്നത്. അപ്പം ഞങ്ങൾ ഇനി ഇവരെ കുളിപ്പിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് തൊടുപുഴയിൽ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്, അതിന് പോകണം. പിന്നെ വൈകിട്ട് അച്ഛൻ്റെ ഒരു റിലേറ്റീവ് ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്, അതിന് പോവും. എന്നിട്ട് നാളെ നമ്മൾ എവിടെ പോവും ഗായ്സ്? അതെ, നാളെ ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലോട്ട് പോവും. അതെ, അപ്പം ഇതൊക്കെയാണ്. പ്ലേഗ്രൗണ്ടിൽ ഓൾറെഡി കൊണ്ടുപോയി ഗായ്സ് രാവിലെ. അപ്പോൾ ഇതൊക്കെയാണ് ഞങ്ങളുടെ പരിപാടി. വൈകുന്നേരം നമ്മൾ പോകുന്ന വീടുണ്ടല്ലോ പൊന്നൂസേ, ഇവിടുത്തെ വലിയൊരു ജംഗിളിൻ്റെ അടുത്താണ്, റിസർവ് ഫോറസ്റ്റിൻ്റെ അടുത്താണ്. അവിടെ മൊത്തം തേക്കുകളുടെ കാടാണ്, തേക്ക് കൊണ്ടുള്ള കാട്. വലിയ പാറയും പാറമടയൊക്കെ ഉള്ള സ്ഥലത്താണ് നമ്മൾ പോകുന്നത്. അവിടെ എല്ലാം പോയി എൻ്റെ പിള്ളേരെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ കണ്ടോ ഗൈസ്, ഇത്രയും വിളവെടുത്തപ്പോൾ എനിക്ക് വളരെ സന്തോഷം. എൻ്റെ അയർലൻഡ് വ്ലോഗ് കാണുന്നവർക്കൊക്കെ അറിയാം, ഞാൻ കൃഷിക്കാരിയാണ് ഗൈസ്. അപ്പം അതെ, അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം. അപ്പോൾ ഇതിങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേനും രാവിലെ ഞാൻ അച്ഛനോട് പറഞ്ഞു പിള്ളേർക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത്രയും നേരം അവർ ഞങ്ങളുടെ കൂടെ നിന്ന് ഇത് പറിക്കലും ഒക്കെ ആയിരുന്നു അല്ലേ. അപ്പോൾ ഞങ്ങൾ പുതിയ വീഡിയോസ് അപ്ഡേറ്റ്സ് ഒക്കെ ആയിട്ട് വീണ്ടും വരും. പറഞ്ഞു താങ്ക് യു.